കൈതച്ചക്ക പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൈതച്ചക്ക അരിഞ്ഞത് മുളക് ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് അല്പം മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി എല്ലാം ചേർത്ത് തീ എത്തിക്കാം. അടച്ചു വെച്ച് കുറച്ച് സമയം വേവട്ടെ. കൈതച്ചക്ക വേവുമ്പോഴത്തേനും അതിൽ നിന്ന് കുറച്ച് കൈതച്ചക്ക മാറ്റി വെച്ചിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. അത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒന്ന് തുറന്ന് നോക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചുകൊണ്ട് വന്ന് പൈനാപ്പിൾ ഒഴിക്കാം. എന്നിട്ട് ഇളക്കി ഒന്നുകൂടി അരച്ച് വെക്കാം. അതൊന്ന് വേവാകുമ്പോഴത്തേനും തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അല്പം കറിവേപ്പില ചേർക്കാം. അല്പം ഉണങ്ങിയ കറിവേപ്പില, ഫ്രഷായിട്ട് കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്, അതുകൊണ്ട് ആദ്യം ഇടാഞ്ഞത്. കറിവേപ്പില നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർക്കാം. ശേഷം ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പോ മുളകോ ഒക്കെ കുറവുണ്ടോയെന്ന് നോക്കി അത് വീണ്ടും ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. തുറന്ന് നോക്കി ഇപ്പം ശർക്കര ചേർക്കാം. നമുക്ക് ശർക്കരയോ ചക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും മധുരത്തിന് ഇപ്പം ചേർത്താൽ ഇച്ചിരൂടെ സ്വാദുണ്ടാവും. തൈര്, അടച്ച് വെച്ചിരിക്കുന്ന തൈര്, ഉപ്പും ചേർത്ത് തൈര് അങ്ങോട്ട് ഒഴിച്ചതാണ്. ഉപ്പ് തൈരിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തൈരിന് ആവശ്യമുള്ളത് അതോടെ ചേർത്തൊന്ന് ഇളക്കാം. അതേ സമയം തീ വെക്കേണ്ട കാര്യമില്ല. മൺചട്ടിക്കകത്തായതുകൊണ്ട് ചട്ടിയുടെ ഒരു ചൂടുകൊണ്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഓഫാക്കാം. കടുക് വറുക്കാനായിട്ട് ഞാൻ ഇച്ചിരി നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ചൂടാവുമ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ അപ്പം ഉലുവ, വെച്ചിരിക്കുന്നത് മുളകിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം ഉലുവാപ്പൊടി. ഉലുവ ഇട്ടത് കൂടാതെ ഒരു സ്വാദിന് അല്പം ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം ചുമന്ന മുളക് പൊടി